ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, രാഹുലിന്റെ കേസിലെ പരാതിക്കാരി മറ്റൊരാളാണ്, പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് CPM-ൽ സംഭവിച്ചതുപോലെ ഇരകളെ അല്ലെങ്കിൽ പരാതിക്കാരെ ഒതുക്കാൻ സാധ്യമല്ല, ഒതുക്കുന്നത് കോൺഗ്രസിന്റെ രീതിയുമല്ല. അതുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ ചില നടപടികൾ മുന്നോട്ട് പോയി എന്നുള്ളത് സമ്മതിക്കാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് ഒന്നിച്ച് എന്തുകൊണ്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല? ഞങ്ങൾ ഈ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് വ്യത്യസ്തമായ വാക്കുകൾ ഉയരുന്നു? ഇതുപോലുള്ള കേസുകളിൽ മാധ്യമങ്ങളും മറ്റും എടുക്കുന്ന നിലപാട് കാരണം പൊതുബോധത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും പാർട്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണത്തില് അതിലെ പരാതിക്കാരിയായ പെൺകുട്ടി നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ആളാണെന്ന് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാൻ പോലും ചാനൽ അവതാരകർ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ പറയാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് ഇതുപോലൊരു കുറ്റകൃത്യം നേരത്തെ ലോകത്തിൽ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് പലരും അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതിന് പ്രത്യേകതരം പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴെങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കണമെന്ന് അവർ ആലോചിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അവരതിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട്. ആ നിലപാട് ഈ കേസിലെ പ്രതിയെ ഞങ്ങൾ സംരക്ഷിക്കുകയില്ല എന്നുള്ളത് തന്നെ ആയിരിക്കുകയും വേണം.